ാണ് സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം അതിങ്ങനെ കൂടി വരികയാണ്. സർവകാല റെക്കോർഡായ 10.77 കോടി യൂണിറ്റാണ് ഇക്കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ സകല പ്രതീക്ഷകളെയും ഒപ്പം നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകളെയും അതൊക്കെ കടന്നുപോയിരിക്കുന്ന വൈദ്യുതിയുടെ ആവശ്യകത നമ്മുടെ പ്രസരണ വിതരണ ശൃംഖലയെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പീക്ക് ലോഡ് ആവശ്യകത എന്നുള്ളത് നമ്മൾ കേട്ടിരിക്കുന്ന എപ്പോഴാണ്? വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് രാത്രി 12 മണി വരെ ആയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലെങ്കിലും വൈകിട്ട് 6 മുതൽ 12 വരെ ഇടയ്ക്കിടെ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുവെന്ന പരാതിയും വ്യാപകമാണ്. വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ നമ്മൾ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് നമുക്ക് നോക്കാം. നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി മുടക്കം നമ്മൾ ഇരുട്ടത്താകുന്ന, പ്രത്യേകിച്ചും നല്ല ചൂടാണ്, വൈകിട്ടൊക്കെ കിടന്നുറങ്ങാനായി ആ സമയത്താണ് കറണ്ട് പോകുന്നതെങ്കിൽ പണിയാകുമെന്നറിയാമല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീൻ, ഇസ്തിരിയിടൽ അതൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പീക്ക് അവേഴ്സിൽ പരമാവധി ഒഴിവാക്കണം. പൂർണ്ണമായി ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. അതുപോലെ പമ്പ് സെറ്റുകളുടെ ഉപയോഗം, നമ്മൾ കിണറിൽ നിന്ന് മോട്ടോർ അടിച്ച് വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജലസേചനത്തിന് പമ്പ് സെറ്റ് ഉപയോഗിക്കുന്നവർ, അതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് അത്യാവശ്യത്തിന് മാത്രമാക്കി ചുരുക്കുക. പിന്നെ എ സി എല്ലാ മുറികളിലും ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ AC അത് അത്യാവശ്യമുള്ള മുറികളിൽ മാത്രമായി ചുരുക്കുന്നത് നല്ലതാണ്. അതുപോലെ എല്ലാ മുറികളിലും ഒരേപോലെ അങ്ങ് ലൈറ്റൊക്കെ ഇട്ട് പോകുന്നത് ഒഴിവാക്കി നമുക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം ലൈറ്റുകൾ ഇടുക. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളൊക്കെ അണച്ച് നമ്മൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം അത് ഒഴിവാക്കാം. അതുപോലെ നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് രാത്രി സമയങ്ങളിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഈ വൈദ്യുതിയുടെ പീക്ക് ലോഡ് വരുന്ന ആ സമയത്തെ വൈദ്യുതി ഉപയോഗം നമുക്ക് പരമാവധി കുറച്ചു കൊണ്ടുവരാൻ കഴിയും. ഇത് 1-2 പേർ ചെയ്താൽ പോരാ, എല്ലാവരും ചേർന്ന് ഒന്നിച്ചൊന്ന് പിടിച്ചാൽ നമുക്ക് വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നതിൽ നിന്ന് കുറച്ചെങ്കിലും താഴേക്ക് ഇറക്കിക്കൊണ്ടുവരാം. ഇല്ല എങ്കിൽ വൈദ്യുതി ഇല്ലാതെ കറണ്ട് കട്ട് എന്നുള്ള ലോഡ് ഷെഡിംഗ് എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരുമെന്നുള്ളത് മറക്കാതിരിക്കുക.